ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നമ്മളൊരു ഹൽവയാണ്. ഹൽവ എങ്ങനെ ഇതുപോലെ അടിപൊളിയായിട്ട് 10 മിനിറ്റിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. അപ്പോൾ ഇതിനായി 1 കപ്പ് കോൺഫ്ലവർ നമുക്ക് വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊരു 2 കപ്പ് പഞ്ചസാര ഇട്ട് അതൊന്ന് ലയിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഇതിൽ നന്നായി മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചസാര ലൈനിലേക്ക് നമ്മൾ കോൺഫ്ലവർ മിക്സ് ചെയ്ത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഗ്യാസ് മീഡിയം ഫ്ലെയിമിലാക്കി നന്നായി അടുപ്പിടിക്കാതെ എങ്ങനെ ഇളക്കി കൊടുക്കുക. നമുക്കിത് ഇളക്കി മിക്സ് ചെയ്തെടുക്കാൻ മാത്രമേ കുറച്ച് പണിയുള്ളൂ. അതാണ് കുറച്ച് ബുദ്ധിമുട്ട്. കുറച്ച് നേരം ഇളക്കേണ്ട, ഒരു 10-20 മിനിറ്റൊക്കെ ഇളക്കേണ്ടി വരും. കണ്ടില്ലേ, ഇത് ഇളക്കം തോറും അങ്ങനെ മാറി മാറി വരുന്നത്. അപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു സ്പൂണ് നാരങ്ങ നീരും കൂടി ഒഴിക്കുക. വീണ്ടും മിക്സ് ചെയ്യുക, ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനിയാണ് നമുക്ക് ഇനിയൊരു 4-5 സ്റ്റെപ്പായിട്ട് നമ്മൾ ഓരോ കരണ്ടി വീതം നെയ്യ് ഒഴിച്ച് ഇളക്കി എടുക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് ഒരു കരണ്ടി നെയ്യ് ഒഴിക്കുക, എന്നിട്ട് മിക്സ് ചെയ്ത് അതുപോലെ ഇനി കുറച്ചിട്ടൊന്ന് മിക്സായി വരുമ്പോൾ വീണ്ടും നമ്മളിങ്ങനെ ഒഴിച്ച് ഒരു 4-5 സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതേപോലെ ഒഴിക്കുക, മിക്സ് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഒരു കരണ്ടി നെയ്യ് ഒഴിക്കുക, ഇളക്കുക. ഈ ഇളക്കി വരുന്തോറും അത് ഫുൾ മിക്സായി ഒരു യെല്ലോ ഷെയ്ഡാവും അത്യാവശ്യം. നാലാമത്തെ സ്റ്റേജ് ഇതാണ്. നമ്മൾ വീണ്ടും കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ലാസ്റ്റ് സ്റ്റേജ്, ഒരു 5-ാമത്തെ പ്രാവശ്യം കൂടി കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു യെല്ലോ കളർ പോലെ ആയിട്ട് മിക്സായിട്ട് ഇതിലേക്ക് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് കളർ നമുക്ക് ചേർക്കാം. ഒരു ഓറഞ്ച് കളറ്
എങ്കിലേ ഹൽവയ്ക്ക് ഒരു കളറ് കിട്ടുള്ളൂ. കളർ ഇതിൽ മിക്സ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായി വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നാലും ഈ കളർ ഇതിൽ ഫുൾ ക്ലിയർ ആവുള്ളൂ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഹൽവ ഏകദേശം റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ചേർക്കാം. ഇത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ നമുക്ക് ബദാമ്പും ഉണക്കമുന്തിരിയൊക്കെ ചേർക്കാം. അപ്പോൾ കുറച്ചും കൂടി ഇതുണ്ടാവും. ഞാൻ ഇവിടെ കാഷ്നട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഒന്ന് നന്നായി വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹൽവ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ഇത് കേക്ക് ഉണ്ടാക്കുന്ന പാത്രമാണ്. എങ്കിൽ ഞാൻ നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാൻ വയ്ക്കണം. അത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്നാവും, അല്ലെങ്കിൽ പുറത്ത് വെച്ച് ഒന്ന് തണുത്ത ശേഷം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹൽവയൊക്കെ നന്നായി ചൂടൊക്കെ പോയിട്ട് നല്ല തണുത്തിട്ടുണ്ട്. നമുക്കിത് ഇതേപോലെ മറിച്ചിട്ടിട്ട് കട്ട് ചെയ്യാം. കണ്ട സൂപ്പറായിട്ടില്ലേ, നല്ല ഷേപ്പിൽ. അപ്പോൾ അത് നമുക്ക് ചെറിയ പീസായി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ നല്ല സ്മൂത്തായ ഹൽവ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ കണ്ടില്ലേ നമ്മുടെ ഹൽവ എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? എന്താ കളറ് കട്ട് ചെയ്തപ്പോൾ കണ്ടില്ലേ? അപ്പോൾ ഓക്കെ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. അതിന് മുന്നേ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. ഓക്കെ, ബൈ.